സിനിമാ മേഖലയിലെ ഗുരുതര പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് സിനിമാ സംഘടനകൾ. ജനുവരി 22-ന് സംസ്ഥാനത്തുടനീളമുള്ള സിനിമാ തിയേറ്ററുകൾ അടച്ചിടുകയും എല്ലാ സിനിമാ ഷൂട്ടിംഗുകളും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്യും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. സിനിമാ വ്യവസായം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി സിനിമാ സംഘടനകൾ ഒരുമിച്ച് രംഗത്തെത്തി. ജനുവരി 22-ന് നടക്കുന്ന സൂചനാ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സിനിമാ തിയേറ്ററുകളും അടച്ചിടും. സിനിമാ ഷൂട്ടിംഗുകളും അനുബന്ധ പ്രവർത്തനങ്ങളും അന്നേ ദിവസം പൂർണ്ണമായും നിർത്തിവെക്കും. GSTക്ക് പുറമെ സംസ്ഥാന സർക്കാർ ചുമത്തിയ വിനോദ നികുതി പിൻവലിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ഇത് സിനിമാ പ്രദർശനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് പ്രദർശകരും നിർമ്മാതാക്കളും പറയുന്നു. പ്രവർത്തന ചെലവ് വർദ്ധിച്ചതിനാൽ തിയേറ്ററുകൾക്ക് പ്രത്യേക വൈദ്യുതി നിരക്ക് അനുവദിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ചതായും സംഘടനകൾ വ്യക്തമാക്കി. സർക്കാരും സിനിമാ വ്യവസായ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും വ്യക്തമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനകളുടെ പരാതി. ജനുവരി 14-ന് വീണ്ടും ചർച്ച നടത്തുമെന്ന് സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2025-ൽ പുറത്തിറങ്ങിയ ഏകദേശം 180 സിനിമകളിൽ 10ഓളം സിനിമകൾ മാത്രമാണ് ലാഭകരമായതെന്ന റിപ്പോർട്ടുകൾ നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും നേരിടുന്ന പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പോടെയാണ് സൂചനാ പണിമുടക്ക്.